KP കുഞ്ഞമ്പത്കുട്ടി മാസ്റ്റർ നേതൃത്വം നൽകുന്ന LDF കുറ്റ്യാടി മണ്ഡല വികസന മുന്നേറ്റ ജാഥയ്ക്ക് തുടക്കമായി. കാവിൽ റോഡിൽ വെച്ച് CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് P. ഗവാസ് ഉദ്ഘാടനം ചെയ്തു. CPIM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന സംസ്ഥാന ജാഥയുടെ മുന്നോടിയായിട്ടാണ് മണ്ഡലമടിസ്ഥാനത്തിൽ വികസന ജാഥകൾ സംഘടിപ്പിച്ചു വരുന്നത്. LDF കുറ്റ്യാടി മണ്ഡലം വികസന മുന്നേറ്റ ജാഥ കാവിൽ റോഡിൽ വെച്ച് CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് P. ഗവാസ് ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്ക് മുന്നിൽ അതിശക്തമായി പുതിയ രാഷ്ട്രീയ ദൗത്യത്തെ നിറവേറ്റാൻ ഉതകുന്ന വിധത്തിൽ പ്രവർത്തന പരിപാടികൾ ആവിഷ്കരിക്കുകയും ചെയ്യുക എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്നത്. ആ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ്, ആ മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ടാണ്, ആ ജനങ്ങളുമായുള്ള നിരന്തര സമ്പർക്കത്തിന്റെ ഭാഗമായിട്ടാണ് കുറെ കൂടി ജനങ്ങൾക്കിടയിൽ ഇടതുപക്ഷം നടത്തിയ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള അറിവും ബോധ്യവും ഉണ്ടാക്കാൻ നടത്തുന്ന ഇടപെടൽ ഉണ്ടാകണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഗ്രഹിക്കുന്നത്. ഈ 140 നിയമസഭാ മണ്ഡലങ്ങളിലെയും ജാഥകൾക്ക് ശേഷമാണ് സംസ്ഥാനത്ത് 3 മേഖലാ തലത്തിലുള്ള ജാഥകൾ നടത്താൻ ഇടതുപക്ഷ മുന്നണി തീരുമാനിച്ചത്. കോഴിക്കോട് ഉൾപ്പെടെയുള്ള ജില്ലകളിലൂടെ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന ജാഥ 6-നും 7-നും 8-നും 9-നുമായി ഈ ജില്ലയിൽ പര്യടനം നടത്തുന്നുണ്ട്. CPI സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വവും കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാൻ ശ്രീമാൻ ജോസ് കെ മാണിയും നയിക്കുന്ന ജാഥകളും കേരളത്തിൽ പര്യടനം നടത്തുന്നുണ്ട്. ഈ ജാഥകളിലൂടെ എല്ലാം നിരന്തരമായ ജനകീയ സമ്പർക്കമാണ് ഇടതുപക്ഷം ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും ജനങ്ങൾക്കിടയിൽ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ, ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ, ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന വികസന സങ്കല്പങ്ങളെ യഥാവിധി എത്തിക്കുകയും അറിയിക്കുകയും ചെയ്യുക എന്ന ഉത്തരവാദിത്വം ഇന്നലെയാണ് കേരളത്തിന്റെ നിയമസഭയിൽ കഴിഞ്ഞ ദിവസമാണ് ബഹുമാനനായ കേരളത്തിന്റെ ധനകാര്യ വകുപ്പിന്റെ മന്ത്രി സഖാവ് KN ബാലഗോപാൽ കേരളത്തിന്റെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ആ ബഡ്ജറ്റ് അവതരണ വേളയിൽ KN ബാലഗോപാൽ പറഞ്ഞു, ഈ നാടിന്റെ യഥാർത്ഥമായ പ്രശ്നങ്ങളെ കുറിച്ചുള്ള നേർചിത്രമാണ് ഈ ബഡ്ജറ്റ് എന്ന്, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്ന ഇടപെടലാണ് ഈ ബഡ്ജറ്റ് എന്ന്, ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള കേരളത്തെ പുനഃസൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള, നവകേരളത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലിന്റെ പേരാണ് ഈ ബഡ്ജറ്റ് എന്ന്. 10 വർഷത്തിനിടയിൽ കേരളത്തിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനമാണ് നടന്നിട്ടുള്ളത് എന്ന് നമുക്കെല്ലാം അറിയാം. കേരളത്തിൽ അത്തരം വികസന പരിപാടികൾ നടന്ന് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കുറ്റ്യാടി മണ്ഡലത്തിലും വലിയ തോതിലുള്ള വികസന പരിപാടികൾ കഴിഞ്ഞ 4.25 വർഷത്തിനിടയിൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കുറ്റ്യാടി മണ്ഡലത്തിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഊന്നൽ നൽകിയത്. ഈ മണ്ഡലത്തിലെ കുറുകെ പോകുന്ന 3 ഏറ്റവും പ്രധാനപ്പെട്ട PWD റോഡുകളുണ്ട്. ഒന്ന് നമ്മുടെ മുന്നിൽ കൂടി പോകുന്ന വടകര ചാനിയൻകടവ് റോഡ്. മഴ പെയ്താൽ പല പ്രദേശങ്ങളിലും വെള്ളം കെട്ടി നിൽക്കുന്നതും ഡ്രെയിനേജ് ഇല്ലാത്തതും ഐറിഷ് ഇല്ലാത്തതുമായ റോഡാണിത്. എന്നാൽ ഇന്ന് ഏറ്റവും മനോഹരമായ റോഡായി തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് അഭിമാനപൂർവ്വം പറയാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട റോഡ് കാവിൽ തീക്കുനി കുറ്റ്യാടി റോഡാണ്. കാവിൽ തീക്കുനി കുറ്റ്യാടി റോഡിൽ ഞാൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഘട്ടത്തിൽ മീങ്കണ്ടി മുതൽ ആയഞ്ചേരി ടൗണ് കഴിഞ്ഞുള്ള പ്രദേശങ്ങളിൽ കുണ്ടും കുഴിയും ചളിക്കളവുമായി ജനങ്ങളുടെ ഭാഗത്ത് ഏറ്റവും വലിയ പ്രതിഷേധം ക്ഷണിച്ചു വരുത്തിയ ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത്. എന്ന് പറയട്ടെ, ഏറ്റവും മനോഹരമായ റോഡായി കാവിൽ തീക്കുനി കുറ്റ്യാടി റോഡ് മാറി